എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചോട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ബാലന്റെ ഗോമതിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ഗോമതിയും മീനാക്ഷിയും കൂടെ ക്ഷേത്രത്തിൽ പോയിട്ട് തിരികെ ഹോട്ടലിലേക്ക് വരുവാണ്. അപ്പൊ റൂമിലേക്ക് വരുന്ന സമയത്താണ് മീനാക്ഷിയുടെ ഫോൺ ബെല്ലടിക്കുന്നത്. നോക്കിക്കഴിഞ്ഞപ്പോ ആകാശാണ്. അതെ, ആകാശേട്ടൻ അമ്മ വിളിക്കണേന്ന് പറഞ്ഞ് കോൾ എടുക്കുകയാണ്. എന്തുണ്ട് ആകാശേട്ട വിശേഷങ്ങൾ ചോദിക്കുകയാണ്. അതെ മീനു, നീ അമ്മയുടെ അടുത്താണെന്ന് ചോദിക്കുകയാണ്. അതെ, നീ ഇച്ചിരി ഇങ്ങോട്ട് മാറി നിൽക്കാൻ പറയണേ. എന്താ ആകാശേട്ടാ, എന്താ കാര്യം എന്ന് ചോദിക്കാം. അതെ, ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യം അമ്മ ഒരു കാരണവശാലും കേൾക്കരുതെന്ന് പറയാം. എന്താ ആകാശേട്ടാ, എന്ത് പറ്റിയെന്ന് ചോദിക്കാം. അത് ഞാൻ പറയാം. അതെ, മിത്രയുടെ കാര്യം പറയാൻ പോണെന്ന് പറയാം. മിത്രയുടെ കാര്യം? അതെ, അവളുടെ കല്യാണം മുടങ്ങിയെന്ന് പറയണം. ഇത് കേട്ടതും ഒരു നിമിഷം മീനാക്ഷി ഒന്ന് ഞെട്ടി. എന്താ ആകാശേട്ടെ പറയണെന്ന് ചോദിക്കാം. അതെ, മിത്രയുടെ കല്യാണം മുടങ്ങി, അവൾ ഒളിച്ചോടിയെന്ന് പറയണം. ഉള്ള പണവും സ്വർണ്ണം എല്ലാം എടുത്തിട്ട് അവൾ ഇവിടുന്ന് ഒളിച്ചോടിയെന്ന് പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോ പെട്ടെന്ന് മീനാക്ഷിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. പിന്നീട് എല്ലാ കാര്യങ്ങളും വളരെ വിസ്തമായിട്ട് ആകാശ് പറയുവാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും മീനാക്ഷിക്ക് ആ പടം സങ്കടമാണോ കരച്ചിലാണോ വരുന്നതെന്ന് അറിയത്തില്ല. ശരിയെന്ന് പറഞ്ഞ് ആകാശ് കോള് കട്ട് ചെയ്യുകയാണ്. ഈ സമയം മീനാക്ഷി ഇങ്ങനെ ഒരു ശില പോലെ നിൽക്കുക. ആ സമയത്ത് ഗോമതി വെച്ചിട്ട് എന്താ മോളെ, എന്താ കാര്യം നീക്കും? ഒന്നുമില്ലമ്മേ, എനിക്കറിയാം മോളുടെ മുഖം കണ്ടിട്ട് എന്തോ ഒരു കാര്യമുണ്ട്, എന്തോ ഒരു പ്രശ്നമുണ്ട്. എന്താണെങ്കിലും അമ്മയോട് തുറന്നു പറ. മോളൊന്നും തുറന്നു പറയാതിരിക്കുന്നല്ലോ എന്ന് പറയാം. അതെ, നമുക്ക് എത്രയും പെട്ടെന്ന് ആരിന്റെ അടുത്തേക്ക് പോകണമെന്ന് പറയാം. ആരിന്റെ അടുത്തോ? അതെ, അവനപ്പുറം കടയിൽ കാണുമായിരിക്കും, അവനെ വിളിച്ചോണ്ട് നമുക്ക് പെട്ടെന്ന് പോകണമെന്ന് പറയാം. എന്താ മോളെ, എന്താ കാര്യം? എനിക്കിപ്പോ ആരിനെ കാണണം അമ്മയെന്ന് പറയാം. അങ്ങനെ നേരെ മീനാക്ഷിയെ കൂട്ടിക്കൊണ്ട് നേരെ ഗോമതിയെയും കൂട്ടിക്കൊണ്ട് മീനാക്ഷി നേരെ ആരിന്റെ അടുത്തേക്ക് വരണം. അങ്ങനെ ആരിനെയും കൂട്ടിക്കൊണ്ട് നേരെ മുറിയിലേക്ക് എത്തണം. മുറിയിലെത്തി കഴിഞ്ഞപ്പോഴത്തേനും തന്നെ മീനാക്ഷി വന്നു. എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാനുണ്ടെന്ന് പറയാം. ഇത് കേട്ടതും ഗോമതി പറഞ്ഞു, എന്താ എന്താ വിളിച്ചിട്ട് ആകാശ് പറഞ്ഞു, എനിക്ക് ആ കാര്യം അറിഞ്ഞാൽ മതി എന്ന് പറയാം. പെട്ടെന്ന് പറഞ്ഞു, ആദ്യം ഞാനോ കരുതി നിങ്ങളോട് പറയണ്ടാന്ന്. പിന്നെ ഞാനോടത്ത് എന്തിനാ മറച്ചു വെക്കണേ? മറച്ചു വെക്കാതിരുന്നിട്ട് കാര്യമില്ല, എല്ലാവരും എപ്പോഴാണെങ്കിലും അറിയണമല്ലോ എന്ന് പറയാം. ഈ സമയം ആരും ചോദിച്ചോ, അല്ല എന്താ അടുത്തേക്ക് പറയാനുള്ളതെന്ന് ചോദിക്കാം. എനിക്ക് പറയാനുള്ള മിത്രേനെ കുറിച്ചാ. മിത്ര ഒളിച്ചോടിയെന്ന്. ഇത് കേട്ടതും ഗോമതി ഒരു നിമിഷം ഞെട്ടി. പക്ഷെ ആരിനറിയായിരുന്നല്ലോ ഈ കാര്യം. അതുകൊണ്ട് ആരിന്റെ മൊത്തൊരു ഭാവഭേദവും ഉണ്ടായില്ല. ഈ സമയം ഗോമതി ചോദിച്ചു, ഒളിച്ചോടിയോ? അതേമേ, ഒളിച്ചോടിയെന്ന് പറയണം. എന്റെ ഭഗവാനെ, ഞാൻ എന്തൊക്കെയാ കേൾക്കുന്നേ, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലോ എന്ന് പറയണം. അല്ല, ആരുടെയും മോളെ ഒളിച്ചോടിയെന്ന് ചോദിക്കാം. അതൊന്നും അറിയത്തില്ല, കല്യാണത്തിന് അന്ന് രാത്രി തന്നെ ഒളിച്ചോടിയെന്ന് പറയാം. ഈ സമയം ആര്യം പറഞ്ഞു, എനിക്കിത് അറിയായിരുന്നു, പിന്നെ നിങ്ങളെയും കൂടെ വിഷമിപ്പിക്കണ്ടല്ലെന്ന് കരുതി ഞാനിത് പറയായിരുന്നെന്ന് പറയാം. ഗോമതി എന്നാലും നീ എന്തൊരു മാനാടാ, നിനക്കൊന്നും എന്നോട് വാക്ക് പറയാൻ മേലായിരുന്നോ? എന്തിനാ? ഒളിച്ചോടിയോള് പോയി, ഇനിയിപ്പൊ അവളെ കുറിച്ച് ഞാൻ എന്തിനാ പറയണേന്ന് ചോദിക്കാം. പിന്നീട് ആരിനോർത്തു, ഇനിയിപ്പം ഇതിന്റെ കൂടെ ഒളിച്ചോടിയെന്നുള്ള കാര്യം പറയണോ വേണ്ട? അതങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചോദിക്കും, എന്തുകൊണ്ടാണ് മറച്ചു വെച്ചതെന്നൊക്കെ ചോദിക്കും. അതുകൊണ്ട് അത് വേണ്ട. പിന്നീട് അതിനെക്കുറിച്ചൊന്നും ആരും പറഞ്ഞില്ല. ഈ സമയം ഗോമതി പറഞ്ഞു, എങ്ങനെ അവൾക്ക് ചെയ്യാൻ തോന്നി? എന്റെ രണ്ട് ചേട്ടന്മാരുടെ കാര്യം, അതിനെക്കുറിച്ച് അവൾ ചിന്തിച്ചില്ല. ഇപ്പൊ എന്തായിരിക്കും അവിടുത്തെ അവസ്ഥ? എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നതിലും അപ്പുറമാ. ഞാൻ പറഞ്ഞില്ലേ മീനാക്ഷി, എന്തോ ആപത്ത് വരാൻ പോകുന്നുണ്ട് കൃഷ്ണമംഗലത്ത്. 2 ദിവസമായിട്ട് ഞാൻ സ്വപ്നം കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ സ്വപ്നം കണ്ടിട്ടുണ്ടെങ്കിൽ അത് അതേപടി തന്നെ ബലിക്കും, എന്തേലുമൊക്കെ നടക്കും. എനിക്ക് മനസ്സിൽ അങ്ങനെ വല്ലാത്തൊരു വിഷമം ഉണ്ടായിരുന്നു. അതാ ഞാൻ ഗുരുവായൂരപ്പന്റെ മുന്നിൽ പോയെന്ന് പ്രാർത്ഥിച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ച് പറഞ്ഞ്. ഇനി എന്താ ചെയ്യണേ? എനിക്ക് എത്രയും പെട്ടെന്ന് മിത്രനെ കണ്ടെത്തണമെന്ന് പറയാം. ഇത് കേട്ടതും ആകാശ് പറഞ്ഞു, അല്ല ആര്യം പറഞ്ഞു, ഇനി എന്തിനാ മിത്രനെ കണ്ടെത്തുന്നത്? അവള് പോയില്ലേ, അവള് പോയ വഴിക്ക് പോട്ടെ, ഇനിയിപ്പൊ അവളെ കണ്ടെത്തേണ്ട കാര്യമൊന്നുമില്ലെന്ന് പറയാം. എടാ ആര്യം, അങ്ങനെയല്ല. ദേ, അവളെ കണ്ടെത്തിയിട്ട് അവളെ വീട്ടിലേക്ക് തിരികെ കൊണ്ടുവരണമെന്ന് പറയാം. പിന്നെ കണ്ടെത്തി തിരികെ കൊണ്ടുവന്ന പോലും മിണ്ടായിരിക്കമ്മേ, വേറെ പണിയൊന്നുമില്ല. തന്നെയല്ല പോയത്, കൂടെ അവനും ഉണ്ട്. പിന്നെ അതുകൂടാതെ ഇത്രയും കാലം ഉണ്ടാക്കിയ സ്വർണ്ണം മൊത്തം അടിച്ചെടുത്തോണ്ട് പോയില്ലേ. അവളെല്ലാം പ്ലാനായിട്ടാ കാര്യങ്ങളെല്ലാം ചെയ്തതെന്ന് പറയാം. എനിക്ക് ഇപ്പൊ തന്നെ നിന്റെ അച്ഛനെ വിളിക്കണോടാ മോനെ എന്ന് പറയാണ്. എനിക്ക് ബാലേട്ടനോട് സംസാരിക്കണം എന്ന് പറയാം. ഈ സമയം ബാലൻ എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരിക്കുക. ബാലനാണ് വല്ലാത്ത ടെൻഷൻ. ഒരുപക്ഷെ കുറെ കാലം നോക്കുമ്പോൾ താനും ഇത് തന്നെയാണ് ചെയ്തത്. അന്ന് ആ കുടുംബക്കാർ എത്ര വേദനിച്ചിട്ടുണ്ടായിരിക്കും. ഇന്ന് വീണ്ടും ചരിത്രം ആവർത്തിക്കുകയാണ്. മിത്ര വീണ്ടും പോയിരിക്കുന്നു. എന്ത് ചെയ്യും? താൻ കാരണം ഒരുപക്ഷെങ്കിൽ താനും ഇതിനകത്ത് ഉത്തരവാദിയാണോ എന്നൊരു ചിന്ത ഉണ്ടാകുന്നുണ്ട്. താനൊരു മാതൃക കാണിച്ചു കൊടുത്താണോ അവർക്ക്? ഒരുപക്ഷെങ്കിൽ താനൊന്ന് ഗോമതിനെ അടിച്ചെടുത്തോണ്ട് പോന്നു. അന്ന് അവരുടെ മനസ്സ് വേദനിച്ചു, ഇന്ന് വീണ്ടും വേണ്ടേ? അതൊക്കെ ഓർത്തപ്പോൾ ആ ടെൻഷനായിട്ടിരിക്കുന്ന സമയത്ത് അനുസരിച്ച് ഫുഡൊക്കെ ആയിട്ട് അങ്ങോട്ട് വന്നേ. അതെ, അച്ഛനൊന്നും കഴിച്ചില്ല, ഇത് കഴിക്കാൻ പറയണം. എനിക്കിപ്പോ വേണ്ട മോളെ എന്ന് പറയണം. അതെ, അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല, അച്ഛൻ കഴിക്കണമെന്ന് പറയാം. അതെ, മോൾ അവിടെ നിന്നേന്ന് പറയണം. എന്താ അച്ഛാ? ഞാനൊരു കാര്യം ചോദിച്ചാൽ മോള് സത്യം പറയാം. അല്ല, കാര്യം എന്താന്ന് വെച്ചാൽ പറ. അല്ല, മോൾക്കറിയാലോ അപ്പുറത്തെ മിത്രച്ചി ഒളിച്ചോടി പോയ കാര്യമൊക്കെ. അതെ, കുറെ കാലം കഴിയുമ്പം ഞങ്ങൾക്ക് ഇങ്ങനെ തന്നെ ആയിരിക്കും ഒരവസ്ഥ ഉണ്ടാകാൻ പോകുന്ന ചോദിക്കാം. അതൊന്നും ഇല്ല അച്ഛാ, അതൊരിക്കലും ഉണ്ടാകത്തില്ല. കാരണം എനിക്ക് എന്റെ അച്ഛന്റെ അമ്മയുടെ മനസ്സറിയാൻ കഴിയും. ഞാൻ നിങ്ങളെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് അങ്ങനെ ഒന്നും ഉണ്ടാകത്തില്ലെന്ന് പറയാം.
ഈ സമയം ബാലന്റെ ഫോൺ ബെല്ലടിച്ചു. നോക്കിക്കഴിഞ്ഞപ്പോ ഗോമതിയാണ്. ഈ ഗോമതിയാണല്ലോ വിളിക്കണേ എന്നൊരു അടുത്ത് ഫോൺ എടുക്കുകയാണ്. അപ്പൊ ഗോമതി ഒന്നും അറിയാൻ പാടില്ല. ആ ഒരു ചിന്തയായിരുന്നു ബാലന്റെ ഉള്ളിലുണ്ടായിരുന്നത്. കോളെടുത്തിട്ട് ഹലോ പറയണം. ഹലോ പറഞ്ഞപ്പോ തന്നെ അങ്ങേ തലയ്ക്കുന്ന ഒരു കരച്ചില കേൾക്കണേ. എന്താ ഗോമതി, എന്ത് പറ്റിയെന്ന് ചോദിക്കുക. എന്തേ മിത്ര ഒളിച്ചോടി പോയിട്ട് ബാലേട്ടനോട് ഒരു ആ കാര്യം പോലും പറഞ്ഞില്ലല്ലേന്ന് ചോദിക്കുക. അല്ല അത് പിന്നെ ഞാൻ നിന്നെ അങ്ങോട്ട് വിഷമിപ്പിക്കണ്ടെന്ന് കരുതിയാ. എന്താ ബാലേട്ട അത്? എന്നിട്ട് ബാലേട്ടൻ ഇപ്പൊ ഇത് വലിയ കാര്യമൊന്നും ആയിരിക്കില്ല, കാരണം ശത്രുക്കളാണല്ലോ. അപ്പൊ അവിടെ ശത്രുക്കളുടെ വീട്ടിൽ അങ്ങനെ ഒരു കാര്യം സംഭവിക്കുമ്പോൾ സന്തോഷമായിരിക്കും. പക്ഷെ എന്നെ സംബന്ധിച്ച് അങ്ങനെയല്ല. എത്ര ശത്രുക്കളാന്ന് പറഞ്ഞാലും എന്റെ ആങ്ങളയുടെ മോളല്ലേ അവള്. എനിക്ക് അവളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ സ്വന്തം മോളെ പോലെ, എന്നെ അനുശ്രീ പോലെ തന്നെയല്ലേ. അപ്പൊ അവൾക്ക് എന്തെങ്കിലും ആപത്ത് പറ്റിയിട്ടുണ്ടെങ്കിൽ അവൾ ആരുടെയും കൂടെ ഒളിച്ചോടി പോയാ എനിക്കത് സഹിക്കില്ല ബാലേട്ടാ. എനിക്കെന്തോ വല്ലാത്ത വിഷമം. ഞാൻ കഴിഞ്ഞ ദിവസം ബാലേട്ടനെ ഫോൺ ചെയ്ത് പറഞ്ഞില്ലേ, എനിക്കെന്തോ ബുദ്ധിമുട്ടാണ്, മനസ്സിന് എന്തോ സംഭവിക്കാൻ പോകുന്നത്. അപ്പൊ അതുപോലെ തന്നെ സംഭവിച്ചില്ല ബാലേട്ടാന്ന് പറയാം. ഇതേട്ടൻ ബാലൻ പറഞ്ഞു, നീ ഇങ്ങനെ സങ്കടപ്പെടാതിരിക്കും ഗോമതി. മിത്ര തിരിച്ചു വരും, ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല എന്ന് പറയണ. പിന്നെ അവള് ചിലപ്പം അവൾക്ക് ഇഷ്ടപ്പെട്ട ചെറുക്കൻ്റെ കൂടെ അല്ലേ ഒളിച്ചോടിയിരിക്കുന്ന ചോദിക്കോ. അതെ എനിക്ക് മനസ്സിലായ ബാലേട്ടന്. ബാലേട്ടൻ ഇങ്ങനെ പറയുള്ളൂന്ന് എനിക്കറിയാം. അതെ ബാലേട്ടൻ്റെ അടുത്ത് ആരെങ്കിലും നിപ്പുണ്ടോന്ന് ചോദിക്കാം. അനുസരയുണ്ട്, അന്ന് അവൾക്കൊന്ന് ഫോൺ കൊടുക്കാൻ പറയണ. അങ്ങനെ അനുസരയിലേക്ക് ഫോൺ കൊടുത്തു. എന്താമ്മേ എന്താ കാര്യം ചോദിക്കാം. അത് മോളെ, അതെ അവിടുത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയായി? മിത്രനെ കുറിച്ച് വല്ല വിവരം കിട്ടിയെന്ന് ചോദിക്കും. ഇല്ലമ്മേ, മിത്രച്ചനെ കുറിച്ച് ഒരു വിവരം കിട്ടിയിട്ടല്ല, എല്ലാവരും അന്വേഷിക്കാൻ പോയിട്ടുണ്ട്. ഇവിടെ അച്ഛനാണെങ്കിൽ എല്ലാവരും പോയി അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേങ്കില് എവിടെ എന്താന്നും അറിയില്ല എന്ന് പറയാം. ഇത് കേട്ടാ പറഞ്ഞു, ആരൊക്കെ അന്വേഷിച്ചെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം ഇരിക്കുന്നേ? അവള് സ്വയം ഒരു തീരുമാനം എടുത്ത് പോയിരിക്കുന്നല്ലേ. എന്നാലും എനിക്ക് അറിയില്ല എന്ത് ചെയ്യണമെന്ന്. അമ്മ എന്തിനാ വിഷമിക്കണേ? ഇവിടെ എന്തിനാ പറഞ്ഞു? അച്ഛൻ ഇതുപോലെ തന്നെ വിഷമിച്ചിരിക്കുക. അമ്മയ്ക്കറിയാവോ? അച്ഛന് അവിടെ ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞപ്പോ അവിടെ പോയി അവരോട് വഴക്കുണ്ടാക്കാനല്ല ശ്രമിച്ചേ, അവരെ പോയി കളിയാക്കാനല്ല ശ്രമിച്ചേ. മിത്രേച്ചിയുടെ ഭർത്താവാൻ പോകുന്ന ആളുടെ വീട്ടിൽ നിന്ന് വന്നു കഴിഞ്ഞപ്പോൾ അവിടെ വെല്ലുവിളികളൊക്കെ നടത്തി കഴിഞ്ഞപ്പോൾ അച്ഛനാണ് പോയി അവരെ സമാധാനിപ്പിച്ച് പറഞ്ഞു വിട്ടെ. അവിടെ വന്ന് ഓരോരുത്തരും ഇങ്ങനെ വെല്ലുവിളിക്കുന്ന സമയത്തൊക്കെ, കളിയാക്കുന്ന സമയത്തൊക്കെ അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്ന അച്ഛനായിരുന്നു. ഇത് കേട്ടതും കോമതിക്ക് ഭയങ്കര സന്തോഷമായി. എന്നിട്ടാണല്ലോ താൻ ബാലേട്ടനെ കുറ്റപ്പെടുത്തിയെന്ന് ഓർത്ത് കഴിയുമ്പോഴത്തേനും പെട്ടെന്ന് പറഞ്ഞു, മോൾ അച്ഛൻ്റെ ഫോൺ കൊടുക്കാൻ പറയാണ്. അങ്ങനെ ബാലിൻ്റെ ഫോൺ കൊടുത്തു. സോറി ഏട്ടാ ബാലേട്ടാ, ഞാൻ അറിയാതെ പറഞ്ഞു പോയതാ. എൻ്റെ ടെൻഷനും ബുദ്ധിമുട്ടും ബാലേട്ടന് അറിയാലോ. കാരണം എൻ്റെ സ്വന്തം ചോരയല്ലേ അവളെ എനിക്ക് മറക്കാനും പൊറുക്കാനും കഴിയുമോ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു പോയത്. സോറി കേട്ടോ എന്ന് പറയണം. ശരി അതൊന്നും കുഴപ്പമില്ല, നീ ടെൻഷൻ അടിക്കാതിരിക്കാൻ പറയാണ്. ഫോൺ വെച്ച് കഴിഞ്ഞപ്പോൾ ബാലൻ പറഞ്ഞു, ആരിനും കൂടെ ഇവിടെ വേണ്ടതായിരുന്നു. അവനുണ്ടായിരുന്നു എനിക്കൊരു ബലമായിരുന്നു. എവിടെ അന്വേഷിക്കാൻ പോണെങ്കിലും അവന് ഫ്രണ്ട്സിനോടൊപ്പം ചേർന്ന് അവൻ അന്വേഷിച്ചാണെന്ന് പറയാം. അത് സാരമില്ല അച്ഛാ, അച്ഛൻ ടെൻഷൻ അടിക്കാതിരിക്കാൻ പറഞ്ഞുകൊണ്ട് അനുശ്രീ ആശ്വസിപ്പിക്കുകയാണ്. ഈ സമയത്ത് ആര്യം പറഞ്ഞു, അവള് പോയതും പോരാ, എനിക്ക് നല്ല ദേഷ്യം വരുമെന്ന് പറയണം. ഗോമതി പറഞ്ഞു, പോട്ടെ, അല്ലെങ്കിൽ ഇനിയിപ്പോൾ അവൾ എന്തിനാ തിരിച്ചു വിളിക്കുന്നത്? തിരിച്ചു കൊണ്ടുവരണ്ട, അവൾ പോയ വഴി അങ്ങോട്ട് പോയാൽ മതി. ഈ സമയം മീനാക്ഷി പറഞ്ഞു, അങ്ങനെയൊന്നും പറയല്ലമ്മേ, പാവല്ലേ മിത്ര, അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഈ കൊണ്ടുപോയത് എങ്ങനത്തോളവനാന്ന് നമുക്കറിയില്ലോ എന്ന് പറയാം. പെട്ടെന്ന് ആര്യം പറഞ്ഞു, അതോർത്ത് പേടിക്കണ്ട, പക്ക ഫ്രോഡാവെന്ന് പറയണം. ഇത് കേട്ടോ മീനാക്ഷി ചോദിച്ചു, അതെങ്ങനെ നിനക്കറിയാം? നിനക്ക് അവൻ ആരാണെന്ന് അറിയാമെന്ന് ചോദിക്കും. അല്ല എനിക്കൊരുത്തനെ അറിയാം, അവൻ്റെ കൂടെ പോയെങ്കിൽ പക്ക ഫ്രോഡാന്ന് പറയാം. അല്ല എന്നിട്ട് നീ എന്താ ഇത് മുമ്പേ പറയായിരുന്നു? ഞാനിത് അവളോട് മുമ്പേ നേരിട്ട് 2-3 വട്ടം പറഞ്ഞ അവളൊന്നും വിശ്വസിക്കാൻ കൂട്ടാക്കിയില്ല. പിന്നെ എനിക്കിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ അങ്ങനെ പറഞ്ഞിട്ട് അനുസരിക്കാത്തവങ്ങൾ പോയി ചാടി കൊടുക്കട്ടെന്നേ. കാരണം പറഞ്ഞിട്ട് മനസ്സിലാകാത്ത പിന്നെ അനുഭവം കൊണ്ട് പഠിച്ചോളൂ എന്ന് പറയാം. ഈ സമയം ഗോമതി പറഞ്ഞ്, അങ്ങനെയൊന്നും പറയില്ലാരിയ, കാരണം അവള് പാവൊരു കൊച്ചല്ലേന്ന് ചോദിക്കാം. പാവം പോലും അവളുടെ കയ്യിൽ അങ്ങനെയല്ലോ എന്ന് പറയാണ്. ഗോമതി പറഞ്ഞു, എനിക്ക് ഇപ്പം തന്നെ പോകണം, ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കണമെന്ന് പറയണം. അങ്ങനെ മീനാക്ഷിയും കൂട്ടിക്കൊണ്ട് വീണ്ടും ക്ഷേത്രത്തിലേക്ക് പോവാം. അവിടെ ചെന്ന് ഗോമതി പറഞ്ഞു, ഞാൻ വന്ന് പ്രാർത്ഥിച്ചില്ലേ ഇവിടെ, മിത്രയുടെ കല്യാണം നല്ല രീതിയിൽ നടക്കണം, അവൾക്ക് നല്ലൊരു ചെറുപ്പക്കാരനെ കിട്ടണമെന്ന്. എന്നിട്ടോ എൻ്റെ പ്രാർത്ഥന വെറുതെ ആയിപ്പോയില്ലേ. ഒരു കാര്യം ഞാൻ പറയാം ഗുരുവായൂരപ്പ, ഇനി മിത്രനെ കുറിച്ചുള്ള വിവരം കിട്ടാതെ, എന്തെങ്കിലും ഒരു വിവരം കിട്ടാതെ ഞാൻ ഇവിടെ നിന്ന് എഴുന്നേക്കത്തില്ല. ഞാൻ ഇവിടെ ഇരുന്ന് ഉപവാസം എടുക്കാൻ പോവാന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ഇരിക്കുവാണ്. ഈ സമയം മീനാക്ഷി പറഞ്ഞു, അമ്മ എന്താ പറയണേ? ഞാനിവിടെ ഇരിക്കുമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് എണീക്കാൻ തയ്യാറാവാതെ അവിടെ തന്നെ ഇരിക്കുവാണ്. ഈ സമയത്താണ് സാക്ഷാൽ ഗുരുവായൂരപ്പൻ അങ്ങോട്ട് വരുന്നത്. കാരണം നന്ദനൻ, ഈ ഗുരുവായൂരപ്പൻ എന്ന് പറഞ്ഞാൽ നന്ദനായ തോന്നുന്ന കേട്ടോ. കാരണം നന്ദനം വന്നു കഴിയുമ്പോഴത്തേനും ആ കൃഷ്ണന്റെ ആ ഒരു പാട്ടും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഗുരുവായൂരപ്പൻ തന്നെയാന്ന് തോന്നുന്നു ഇവരുടെ മുന്നിലേക്ക് പ്രത്യക്ഷപ്പെടുന്ന ഗോമതിന്റെ മുന്നിൽ. എന്നിട്ട് ചോദിച്ചു, എന്താമേ എന്താ സങ്കടപ്പെട്ടിരിക്കണേ? വിഷമിക്കൊന്നും വേണ്ട കേട്ടോ, മിത്രയുടെ കല്യാണമല്ലേ, അത് അമ്മയ്ക്ക് കാണാൻ സാധിക്കുമെന്ന് പറയാം. ഇത് കേട്ടതും മീനാക്ഷി പറഞ്ഞു, ഇനി അതൊന്നും കാണാൻ സാധിക്കില്ല എന്ന് പറയാം. വിഷമിക്കണ്ട, മിത്രയ്ക്ക് നല്ലൊരു ജീവിതം കിട്ടണമെന്നല്ല അമ്മ ആഗ്രഹിച്ചത്. ഒരു പക്ഷേങ്കിൽ ഒളിച്ചോടി പോയിട്ടുണ്ടെങ്കിൽ അവൾക്ക് നല്ലൊരു ജീവിതം കിട്ടിയാലോ, ഇതിന് മുമ്പ് കിട്ടുന്നേക്കാൾ നല്ലൊരു ജീവിതം, അതുകൊണ്ടാണെങ്കിൽ അങ്ങനെ സംഭവിച്ചതെന്ന് പറയാം. പിന്നെ ഒളിച്ചോടി പോയി കിട്ടിയിട്ടാണോ നല്ല ജീവിതം കിട്ടുന്നതെന്ന് ചോദിക്കാം. അമ്മ അങ്ങനെ പറയരുത്,
കാരണം അമ്മയ്ക്കറിയാലോ. അതുകൊണ്ട് അമ്മ വിഷമിക്കാതിരിക്കുക, അവൾക്കൊരു നല്ല ജീവിതം കിട്ടും, അമ്മയ്ക്ക് ആ കല്യാണം കൂടാനും പറ്റുമെന്ന് പറയണം. ഇത് കേട്ടത് മീനാക്ഷി ചോദിച്ചു, അല്ല മിത്ര ഒളിച്ചോടിപ്പോയെന്ന് നിങ്ങളോട് ആരാ പറഞ്ഞു നിൽക്കും? അത് പിന്നെ കല്യാണം മുടങ്ങി എന്ന് പറയുമ്പോൾ തന്നെ അറിയാലോ, ആരുടെയും കൂടി ഒളിച്ചോടി പോയതായിരിക്കുമെന്ന്. സമാധാനപ്പെട്ടിരിക്കുക, എല്ലാം നന്നായിട്ട് നടക്കും, അമ്മയ്ക്ക് കല്യാണം കൂടാൻ പറ്റുമെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് പോവാണ്. ഈ സമയം മീനാക്ഷി പറഞ്ഞു, എന്തൊക്കെ അമ്മേനെ ആശ്വസിപ്പിക്കാൻ പറഞ്ഞാണെങ്കിലും ആ വാക്കുകൾ കേട്ടപ്പോൾ ഒരു സമാധാനം തോന്നുന്നുണ്ടല്ലോ അമ്മയെന്ന് പറയണം. ശരിയാന്ന് പറയണം. അങ്ങനെ മീനാക്ഷിയും ഗോമതിയും കൂടെ അവിടെ നിന്ന് എഴുന്നേറ്റ് നേരെ റൂമിലേക്ക് പോകാനായിട്ട് അങ്ങോട്ട് ഇറങ്ങുവാണ്. ഈ സമയം അനന്തനും അച്യുതനും എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ആ ലോകം ഒന്ന് ചിഹ്നം വിളി നിർത്തിക്കൊണ്ടിരിക്കുക. അവള് കാരണം എന്റെ ജീവിതം കൂടെ തകർത്തെറിഞ്ഞ് ഇനി എനിക്കൊരു നല്ല കല്യാണം നടക്കും അച്ഛാന്ന് ചോദിക്കുക അച്യുതനോട്. മോനെ നീ ഒന്ന് വിഷമിക്കാതിരിക്കാം, ഇതേ അവളുടെ അവസ്ഥ നമുക്ക് എന്താണെന്ന് അറിയില്ലോ എന്ന് പറയണം. അപ്പോഴാണ് അലോകിന് ഫോൺ ബെല്ലടിച്ചത്. നോക്കിക്കഴിഞ്ഞാൽ ഫ്രണ്ടാ വിളിക്കുന്നത്. ആണോ? ആ ശരി ശരി എന്നൊക്കെ പറഞ്ഞ് വെക്കുവാണ്. പെട്ടെന്ന് ശ്യാം വന്നിട്ട് എന്താ ആരാ വിളിച്ചതെന്ന് ചോദിക്കാം. അല്ല അത് പിന്നെ എൻ്റെ ഒരു ഫ്രണ്ടിന്റെ ഫ്രണ്ടാ വിളിച്ചത്, ചാലക്കുടി കൂടെ കാറിൽ അവനും അവളും കൂടെ പോകുന്ന എൻ്റെ ഒരു ഫ്രണ്ടിന്റെ ഫ്രണ്ട് കണ്ടായിരുന്നു പറയാണ്. ഇത് കേട്ട നന്ദത ഓടി വന്നിട്ട് പറഞ്ഞു, അതെ അനന്തേട്ട എങ്ങനെയെങ്കിലും അവളെ ഇങ്ങോട്ട് തിരികെ കൊണ്ടുപോവാ, തിരികെ കൊണ്ടുവന്ന് അവർ രണ്ടുപേരും വിവാഹം നടത്തുക, ഈ പന്തല് വെച്ചാൽ നടത്താൻ പറയാണ്. ഇത് കേട്ടത് അനന്തം പറഞ്ഞു, വിവാഹം നടത്താനാ? കൊള്ളാം. പെട്ടെന്ന് അലോക് പറഞ്ഞു, അവളെങ്ങാനും ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അവളെ ഞാൻ വെട്ടി കീറുവോളെന്ന് പറയണം. ഇത് കേട്ട് എന്ത് ചെയ്യണമെന്ന് അറിയില്ല, നന്ദിയിൽ നിൽക്കുക. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു.